നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. റിയാസ് മൗലവി വധക്കേസിൽ കോടതിയിൽ എന്താണ് സംഭവിച്ചത്? 2017 മാർച്ച് 20 അർദ്ധരാത്രി കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജൂരി മുഹീദ്ദീൻ പള്ളിയിൽ താമസിക്കുന്ന മുഹമ്മദ് റിയാസ് മൗലവി കുത്തേറ്റ് മരിച്ചു. കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായി. കേസിലെ 3 പ്രതികളെയും വെറുതെ വിട്ട കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി അതുപോലെ തന്നെ കേരളത്തിലെ ആ കോടതി വിധി എന്താണെന്ന് പരിശോധിക്കുകയാണ് ഇവിടെ. കേസിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ സമർപ്പിച്ച സാഹചര്യത്തിൽ വിധിയുടെ മറ്റു വശങ്ങളിലേക്ക് കടക്കുക. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടണും ഒന്നമർത്തുക. നിയമവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങളാണ് ഈ ചാനലിൽ ഉദ്ദേശിക്കുന്നത്. റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം തന്നെ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കേലുകുട്ടെ അയ്യപ്പ നഗർ ഭജന മന്ദിരത്തിന് സമീപം താമസിക്കുന്ന അജേഷ് എന്ന അപ്പു, പട്ല നിധിൻ നിവാസിൽ നിധിൻ, ഗംഗൈ കേശവ് കുടീരത്തിൽ അഖിലേഷ് എന്ന അഖിലു എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവം നടക്കുമ്പോൾ ഇവർക്ക് യഥാക്രമം 20, 21, 26 ആയിരിക്കും പ്രായം. 3 പേരും മതഭ്രാന്തന്മാരായ സജീവ RSS പ്രവർത്തകരാണെന്നും അവർക്ക് മുസ്ലിങ്ങളോടുള്ള ശത്രുതയും പ്രദേശത്ത് ഹിന്ദു മുസ്ലിം ശത്രുതാ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കൊല്ലുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് യാതൊരു മുൻപരിചയവുമില്ലാത്ത റിയാസ് മൗലവിയെ പള്ളിയിൽ കയറി അർദ്ധരാത്രി അവർ കുത്തി കൊലപ്പെടുത്തി. ഒരു മോട്ടോർ സൈക്കിളിലാണ് പ്രതികൾ ആ സമയത്ത് പള്ളിയിലെത്തിയത്. 1-ാം പ്രതി അജേഷും 2-ാം പ്രതി നിധിനും പള്ളിയിൽ അതിക്രമിച്ചു കയറി. അജേഷാണ് മൗലവിയുടെ മുറിയിൽ കയറി അദ്ദേഹത്തെ കുത്തിയത്. കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് പലവട്ടം കുത്തിയെന്നാണ് കേസ്. മൗലവിയുടെ നിലവിളിയും ബഹളവും കേട്ട് തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഖത്തീബ് എഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്തുണ്ടായിരുന്ന നിതിൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും കയ്യിലുണ്ടായിരുന്ന സിമന്റ് കട്ട കൊണ്ട് അദ്ദേഹത്തിന് നേരെ എറിയുകയും ചെയ്തു. നിതിൻ എറിഞ്ഞ കട്ട ചെന്ന് കൊള്ളുന്നത് പള്ളിയുടെ ചുമരിലാണ്. ചുമരിൽ അതിന്റെ അടയാളമുണ്ട്. പേടിച്ചു വിറച്ചുപോയ ഖത്തീബ് സ്വാഭാവികമായും മുറിയിലേക്ക് തിരിച്ചു കയറി വാതിലടച്ചു. കൃത്യം നിർവഹിച്ച് പുറത്തു കിടന്ന 1ഉം 2ഉം പ്രതികൾ പുറത്തു കാത്തുനിന്ന 3-ാം പ്രതി അഖിലേഷിനൊപ്പം ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. ഇതാണ് പ്രോസിക്യൂഷൻ കേസ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 449 വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്യുന്നതിനായി വീട്ടിൽ അതിക്രമിച്ചു കിടക്കുക, 302 കൊലപാതകം, 153A മതസ്പർദ്ധവണം, 295 ആരാധനാലയത്തിന് കേടുപാട് വരുത്തൽ, 201 തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഈ കേസിൽ ദൃക്സാക്ഷികളില്ല, സാഹചര്യ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ആശ്രയിച്ചത്. എന്നാൽ സാഹചര്യ തെളിവുകളുടെ കണ്ണികൾ കൃത്യമായി കൂട്ടിയോജിപ്പിക്കാൻ സാധിച്ചില്ലെന്ന് വിലയിരുത്തി സംശയത്തിന്റെ ആനുകൂല്യം നൽകി 3 പ്രതികളെയും കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിടുകയും ഏറെ കോളിളക്കം സൃഷ്ടിച്ച കോടതി. കൊലപാതകത്തിന് പ്രേരിപ്പിച്ച കാരണം, അതായത് മോട്ടീവ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നാണ് കോടതിയുടെ പ്രധാന കണ്ടെത്തൽ. മോട്ടീവ് തെളിയിക്കാൻ കഴിയാതെ പോയതോടെ കേസിന്റെ അടിത്തറ തന്നെ ഇളകിയെന്ന് കോടതി നിരീക്ഷിക്കുന്നു. പ്രതികൾ മുസ്ലിങ്ങളോട് പകയുള്ള RSS പ്രവർത്തകരാണെന്ന് തെളിയിക്കാൻ ചില സംഭവങ്ങൾ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ അവതരിപ്പിച്ചു. 2016 തെരഞ്ഞെടുപ്പ് ദിവസം 1-ാം പ്രതിയെ ചില മുസ്ലിം ചെറുപ്പക്കാർ മർദ്ദിച്ചത്, ഒരു ബാഡ്മിന്റൺ മത്സരത്തിനിടെ നടന്ന ഹിന്ദു മുസ്ലിം സംഘർഷവും, അതുപോലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് നേരെ ആ ദിവസങ്ങളിൽ ഒരു ബിയർ കുപ്പി എറിഞ്ഞ സംഭവമൊക്കെയാണ് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. ഈ സംഭവങ്ങളിൽ ഒന്നിലും തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കാരണം പറഞ്ഞ് ഈ സംഭവങ്ങൾ തെളിവായി അംഗീകരിക്കാൻ കോടതി കൂട്ടാക്കി. പ്രതികളുടെ RSS ബന്ധം സംബന്ധിച്ച് 1-ാം പ്രതിയുടെ അമ്മ ഉൾപ്പെടെയുള്ള സാക്ഷികളിൽ നിന്ന് മൊഴിയെടുത്തില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രത്യേക മോട്ടീവ് ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്ന സാഹചര്യത്തിൽ സൂക്ഷ്മമായ തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പ്രതിയുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എന്ന് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ഈ കേസിലാണെങ്കിൽ പ്രതികൾ RSS പ്രവർത്തകരാണെന്നും അവർക്ക് മുസ്ലിങ്ങളോട് കടുത്ത ശത്രുതയും വിദ്വേഷവും ഉണ്ടെന്ന് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ. അതുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ.
ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പള്ളിയിൽ അതിക്രമിച്ചു കടന്നത്. മുൻ പരിചയമില്ലാത്ത മൗലവിയെ വധിച്ചത്. ഈ മോട്ടീവ് തെളിയിക്കണമെങ്കിൽ പ്രതികൾ മുസ്ലിങ്ങളോട് വർഗീയമായ ശത്രുത പുലർത്തുന്ന RSSകാരാണെന്ന് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ബാധ്യതയാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മോട്ടീവ് സംശയാതീതമായി തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ ഇല്ലെന്നും പ്രതികൾക്ക് മുസ്ലിങ്ങളോട് ശത്രുതയുണ്ടെന്ന് തെളിയിച്ചാൽ മതിയെന്നും 2001 രവീന്ദ്രകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിലെ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ചു. ഒരു പ്രത്യേക വ്യക്തിയെ കൊലപ്പെടുത്താൻ പ്രതികളെ പ്രേരിപ്പിച്ച കൃത്യമായ കാരണം തെളിയിക്കുക അസാധ്യമായ കാര്യമാണ്. രവീന്ദ്രകുമാർ കേസിൽ കൊലപാതകത്തിന് പ്രതികളെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് സ്ഥാപിക്കാൻ ആ കേസിലെ പ്രോസിക്യൂഷന് സാധിച്ചു. കൊല്ലപ്പെട്ട വ്യക്തിക്ക് പ്രതികൾ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. പക്ഷേ ഇക്കാര്യം തെളിയിക്കാൻ ആ കേസിലെ പ്രോസിക്യൂഷന് സാധിച്ചില്ല. പ്രതികളും കൊല്ലപ്പെട്ട വ്യക്തിയും തമ്മിൽ ചില ഇടപാടുകൾ നടന്നിരുന്നുവെന്ന് തെളിയിക്കാൻ സാധിക്കുകയും ചെയ്തു. കൊലപാതകത്തിന് കാരണമായേക്കാവുന്ന പോസിബിൾ മെന്റൽ എലമെന്റ് ചൂണ്ടിക്കാണിക്കാനേ കഴിയുകയുള്ളൂ എന്നായിരുന്നു ഈ കേസിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഇക്കാര്യം റിയാസ് മൗലവി വധക്കേസിലെ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ വാദത്തിൽ ഉന്നയിക്കുന്നു. ഓരോ കുറ്റകൃത്യത്തിനു പിന്നിലും മോട്ടീവ് ഉണ്ടാകുമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം കൃത്യമായ മോട്ടീവ് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന നിഗമനമല്ലെന്ന് 1999 സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് വേഴ്സസ് ജീത് സിംഗ് എന്ന കേസിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രതികൾക്ക് കൊല്ലപ്പെട്ട വ്യക്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ ആ വൈരം എങ്ങനെ കൊലപാതകത്തിൽ കലാശിച്ചു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കാനാകില്ലെന്ന്, ഒരു കുറ്റവാളിയുടെ മാനസിക നില പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണെന്നും ഹിമാചൽ പ്രദേശ് ജീത് സിംഗ് കേസിൽ പരമോന്നത കോടതി വ്യക്തമാക്കി. ഈ കാര്യവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. RSS ബന്ധം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില സാക്ഷികൾ കൂറുമാറിയതും കേസിന് പ്രതികൂലമായി. പള്ളിയിലെ ഖത്തീബാണ് കേസിലെ 2ാം സാക്ഷി. 1ാം പ്രതിയോടൊപ്പം പള്ളിക്ക് അകത്തുണ്ടായിരുന്ന 2ാം പ്രതിയെ നേരിൽ കണ്ട ഏക സാക്ഷി. അദ്ദേഹത്തിന് നേരെയാണ് 2ാം പ്രതി ആ സിമന്റ് കട്ട വലിച്ചത്. തിരിച്ചറിയൽ പരേഡിൽ 2ാം പ്രതിയെ ഈ സാക്ഷി തിരിച്ചറിയുന്നുമുണ്ട്. എന്നാൽ കേസിൽ പ്രത്യേക താല്പര്യമുള്ള ഒരു സാക്ഷി എന്ന നിലയിലാണ് കോടതി 2ാം സാക്ഷിയെ പരിഗണിച്ചത്. 2ാം പ്രതിയുടെ ശരീരപ്രകൃതിയെക്കുറിച്ചോ വസ്ത്രങ്ങളെക്കുറിച്ചോ ഈ സംഭവം അറിഞ്ഞ് ആദ്യം പള്ളിയിൽ ഓടിയെത്തിയവരോടോ ആ സമയത്ത് പ്രാഥമിക അന്വേഷണം നടത്താൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോടോ ഒന്നും ഈ സാക്ഷി പറഞ്ഞിരുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി 2ാം സാക്ഷിയുടെ മൊഴി കോടതി വിശ്വാസത്തിലെടുത്തില്ല. പോലീസുകാരെയൊക്കെ കണ്ടപ്പോൾ പരിഭ്രാന്തനായതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ആ സമയത്ത് പറയാതിരുന്നത് എന്ന സാക്ഷിയുടെ മൊഴിയും കോടതി മുഖവിലക്കെടുത്തില്ല. 2ാം സാക്ഷിക്കെതിരെ 2ാം പ്രതി എറിഞ്ഞ സിമന്റ് കട്ട പൊടിഞ്ഞുപോയി. ഒരു വലിയ കഷ്ണമടക്കം അതിന്റെ പൊടിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇതിൽ ഫിംഗർ പ്രിന്റ് പരിശോധന നടത്തിയിരുന്നില്ല. ഫിംഗർ പ്രിന്റ് പരിശോധന നടത്താൻ പറ്റാത്ത പരുവത്തിലായിരുന്നു കട്ട എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. ടെസ്റ്റ് നടത്താൻ ശ്രമിക്കാതിരുന്നത് സംശയാസ്പദമാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അങ്ങനെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ആ ഒരു തെളിവും നഷ്ടപ്പെടുകയാണ്. 1ാം പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ധരിച്ചിരുന്ന മുണ്ടും ഷർട്ടും പിതൃ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. വസ്ത്രത്തിൽ കണ്ട രക്തം കൊല്ലപ്പെട്ട മൗലവിയുടേത് തന്നെയാണെന്ന് DNA പരിശോധനയിൽ തെളിഞ്ഞതുമാണ്. ഇക്കാര്യത്തിൽ പ്രതിക്ക് വിശദീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രതി മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പ്രതികൾ നൽകിയ വിവരമനുസരിച്ചാണ് അവർ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ കണ്ടെടുത്തത്. ബൈക്ക് കണ്ടെടുക്കുമ്പോൾ ബൈക്കിന്റെ മഡ്ഗാർഡിൽ രക്തക്കറയുണ്ടായിരുന്നു. എന്നാൽ ഈ രക്തത്തിന്റെ പഴക്കം സ്ഥിരീകരിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. മോട്ടോർ സൈക്കിൾ കണ്ടെടുത്തു എന്നതുകൊണ്ട് മാത്രം പ്രതികൾ കൃത്യനിർവഹണത്തിന്റെ സമയത്ത് സഞ്ചരിച്ചത് ആ ബൈക്കിലാണെന്ന് പറയാൻ പറ്റില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഉപോത്ബലകമായ, അതായത് ഇതിനെ ഫലപ്പെടുത്തുന്ന മറ്റു തെളിവുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പ്രോസിക്യൂഷന്റെ ആ വാദവും കോടതി നിരാകരിച്ചു. അതുപോലെ 1ാം പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തത്. കത്തിയിലുണ്ടായിരുന്ന ചോരപ്പാടുകളും കൊല്ലപ്പെട്ട മൗലവിയുടെ തന്നെയാണെന്ന് DNA പരിശോധനയിൽ തെളിയിക്കപ്പെടുകയും ചെയ്തു.
എന്നാൽ ഈ കത്തിയും വസ്ത്രങ്ങളും മറ്റും കണ്ടെടുക്കുമ്പോൾ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതിന് 4 കാരണങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഒന്നാമത്തെ കാരണം, ഇവ കണ്ടെടുക്കാൻ പോകുമ്പോൾ പ്രതിയെ മുഖംമൂടി ധരിപ്പിച്ചു. മുഖംമൂടി ധരിച്ച പ്രതിക്ക് 100 മീറ്ററോളം നടന്ന് വസ്തുക്കൾ കാണിച്ചു കൊടുക്കാൻ എങ്ങനെ സാധിച്ചു? അതാണ് കോടതിയുടെ ചോദ്യം. രണ്ടാമത്തേത്, സാധനങ്ങൾ കണ്ടെടുക്കുമ്പോൾ പരിസരത്തുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുക. മൂന്നാമത്തെ കാരണമായി പറയുന്നത്, കത്തിയും വസ്ത്രങ്ങളും DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിൽ ഒന്നാം പ്രതിയുടെ DNA ഒത്തുനോക്കാൻ ശ്രമിച്ചില്ല. വസ്തുക്കളിൽ കണ്ട രക്തം കൊല്ലപ്പെട്ട മൗലവിയുടെ രക്തമാണെന്ന് തെളിയിക്കാൻ മാത്രമാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചത്. ഈ കണ്ടെടുത്ത പ്രതിയുടെ മുണ്ട് വളരെ പഴയ മുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒന്നാം പ്രതിയുടെ DNA കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അത് നടത്താതിരുന്നത് സംശയാസ്പദമാണെന്ന് കോടതി പറയും. നാലാമത്തെ കാരണം, താരതമ്യേന പുതിയ കത്തിയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത്. കത്തിയുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല. അതായത് ഒന്നാം പ്രതി കത്തി എവിടെ നിന്ന് വാങ്ങി അല്ലെങ്കിൽ എവിടെ നിന്ന് സംഘടിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോ പ്രോസിക്യൂഷനോ കണ്ടെത്തില്ല. ഇതിന് ഒരു കൃത്യമായ വിശദീകരണം തരാനും പ്രോസിക്യൂഷന് സാധിച്ചില്ല. പ്രധാന തെളിവുകളായ മൗലവിയുടെ രക്തം കൊണ്ട വസ്ത്രങ്ങളും കത്തിയും മറ്റും അടങ്ങുന്ന തെളിവുകൾ കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇനി കൊല്ലപ്പെടുമ്പോൾ മൗലവി ഉടുത്തിരുന്ന ലുങ്കിയിൽ കത്തി കൊണ്ടുള്ള 15 കീറലുകളുണ്ടായിരുന്നു. ശരീരത്തിലെ മുറിവുകളും ലുങ്കിയിലെ കീറലുകളും തമ്മിൽ ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി കൊണ്ട് തന്നെയാണ് ശരീരത്തിലെ മുറിവുകൾ ഉണ്ടായതെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ മൊഴി നൽകി. ലുങ്കിയുടെ നൂലുകൾ ഈ കത്തിയിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ വസ്തുത പ്രതിഭാഗം നിഷേധിച്ചിട്ടുമില്ല. എന്നാൽ ഈ കീറലുകളെ കോടതി വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല. പ്രധാനപ്പെട്ട മുറിവുകളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കഴുത്തിന് സമീപമാണ്. കഴുത്തിന് സമീപം വെട്ടേൽക്കുമ്പോൾ ലുങ്കിയിൽ കാണുന്ന കീറലുകൾ വരാൻ സാധ്യത കുറവാണെന്നാണ് കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ലുങ്കി അരക്ക് താഴെ ഉടുക്കുന്ന വസ്ത്രമാണ്. ലുങ്കി അരക്ക് മുകളിലായിരുന്നു മൗലവി ധരിച്ചിരുന്നത് എന്ന് ഒരു സാക്ഷിയും മൊഴി നൽകിയിട്ടില്ല. അതുകൊണ്ട് കത്തി കൊണ്ടാണ് ലുങ്കിയിൽ ഈ കീറലുകൾ അല്ലെങ്കിൽ പോറലുകൾ ഉണ്ടായതെന്ന വാദം വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് കോടതി ആ വിധിയിൽ വ്യക്തമാക്കി. ഒപ്പം തന്നെ ലുങ്കി കസ്റ്റഡിയിലെടുത്ത പോലീസുകാരൻ ലുങ്കിയിലെ കീറലുകൾ രേഖപ്പെടുത്തിയിരുന്നില്ല. അത് പിന്നീട് കൃത്രിമമായി ഉണ്ടാക്കിയതാകാമെന്ന നിഗമനത്തിലാണ് കോടതി എത്തിയത്. ആ സമയത്ത് രക്തം പുരണ്ട് വടി പോലെയായിരുന്ന തുണി നിവർത്താൻ പറ്റാത്ത രൂപത്തിലായിരുന്നു എന്ന പോലീസുകാരന്റെ മൊഴിയും കോടതി കണക്കിലെടുത്തില്ല. പോലീസ് കസ്റ്റഡിയിലിരിക്കെ റിയാസ് മൗലവിയുടെ വസ്ത്രങ്ങളിൽ നിന്ന് മറ്റു വസ്തുക്കളിലേക്ക് രക്തം പടർന്നതാകാമെന്ന പ്രതിഭാഗം അഭിഭാഷകരുടെ വാദമാണ് കോടതി അംഗീകരിച്ചത്. അതിന് കാരണമായി കോടതി പറയുന്നത്, ഈ വസ്തുക്കൾ, അതായത് മൗലവിയുടെ വസ്ത്രങ്ങളും മറ്റ് പോലീസ് കണ്ടെടുത്ത മറ്റു വസ്തുക്കളും എവിടെ ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിച്ചത് എന്നതിന് സാക്ഷിമൊഴികളില്ല. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഈ വസ്തുക്കൾ പരസ്പരം ഇടകലരാൻ സാധ്യതയുണ്ടായെന്നും ഈ തെളിവുകളെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ആ വാദം കോടതി അതേപടി അംഗീകരിക്കുകയാണ് ചെയ്തത്. സംഭവ ദിവസം രാത്രി 2ഉം 3ഉം പ്രതികൾ സുരുവിലെ മൊബൈൽ ടവർ പരിധിയിൽ ഉണ്ടായിരുന്നു എന്നും അവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്നും മൊബൈൽ ഫോൺ രേഖകളിൽ നിന്ന് വ്യക്തമായതാണ്. ഇതും പ്രോസിക്യൂഷൻ ഹാജരാക്കി. എങ്കിൽ പള്ളിയും ടവർ ലൊക്കേഷനും തമ്മിലുള്ള അകലം വ്യക്തമാക്കുന്ന സാക്ഷിമൊഴികൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി ആ വാദവും കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇനി മൗലവിയുടെ ഫോൺ ബന്ധങ്ങൾ പരിശോധിച്ചില്ലെന്നാണ് കോടതിയുടെ മറ്റൊരു നിരീക്ഷണം. കാരണം ഫോണുകളും സിം കാർഡുകളും മൗലവിയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഒന്നിലധികം ഫോണുകളും സിം കാർഡുകളും. മൗലവി കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരോടൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടു, എന്തെല്ലാം ഇടപാടുകൾ നടത്തി എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ പരിഗണിച്ചില്ല. പ്രോസിക്യൂഷൻ ഇതിന് കൃത്യമായ ഒരു വിശദീകരണവും നൽകിയില്ല എന്നാണ് കോടതി പറയുന്നത്. ഇതും പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്കൊരു തിരിച്ചടി. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ കേസിന്റെ മറ്റു വശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിയമവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.